ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമൻസ് ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ മകൻ ഹാജരാകാത്തത് CPM BJP ഡീലെന്ന് അനിൽ അക്കരെ MLA. പരിസ്ഥിതി എന്നത് വികസനം വരുമ്പോൾ മാറ്റി നിർത്തേണ്ട ഒന്നല്ലെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മേധാ പാട്കർ. പാഴ്വസ്തു വ്യാപാര മേഖലയെ തകർക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രതിരോധം തീർക്കുമെന്ന് KSMA സംസ്ഥാന സെക്രട്ടറി KPA ഷെരീഫ്. സംസ്ഥാന സർക്കാരിന്റെ ദ്രോഹ നടപടികൾക്കെതിരെ നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകർ പ്രക്ഷോഭത്തിലേക്ക്. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമൻസ് ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ മകൻ ഹാജരാകാത്തത് CPM BJP ഡീലെന്ന് അനിൽ അക്കരെ MLA. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചത്. ആ കേസിൽ എന്തുകൊണ്ട് ഈ വിവേക് വിജയൻ ഹാജരായില്ല എന്നൊരു ചോദ്യമാണ് എനിക്കൊന്ന് ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടി രണ്ടാളുകൾക്കാണ് പറയാൻ കഴിയുക. ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ്, പിന്നൊന്ന് പറയാൻ കഴിയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്വമുള്ള ക്യാബിനറ്റ് മന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് കൊടുത്തിട്ട് ആ കേസിൽ എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കോമേഴ്സ് മിനിസ്ട്രിയുടെ തലപ്പത്തിരിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനും ഇതിന്റെ മറുപടി പറഞ്ഞു. എന്തുകൊണ്ടാണ് CBI കേസ് അന്വേഷിക്കാത്തത്? അതാണ് പരിശോധിക്കേണ്ടത്. ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റായി FIR ഇട്ടതാണ്. ആ FIR കോഷ് ചെയ്യാൻ വേണ്ടിയാണ് അന്നത്തെ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായ അഭിഭാഷകൻ KV വിശ്വനാഥൻ ഈ കേസ് നടത്താൻ വേണ്ടി വരുന്നത്. ആ കേസ് തള്ളി. ഇപ്പോൾ എന്താണ് പ്രശ്നം? ആ KV വിശ്വനാഥൻ ബഹുമാനായ സുപ്രീം കോടതി ജഡ്ജിയായി ഇന്ന് നമ്മുടെ സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ആ കേസ് സുപ്രീം കോടതി എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിസ്ഥിതി എന്നത് വികസനം വരുമ്പോൾ മാറ്റി നിർത്തേണ്ട ഒന്നല്ലെന്ന് മേധാ പാട്കർ. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ എൻവയോൺമെന്റൽ ഫെസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു അവർ. പരിസ്ഥിതി വിഷയങ്ങളിൽ അഭിപ്രായങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചും നിർദ്ദേശങ്ങൾ വിദഗ്ധർ ചർച്ച ചെയ്തുമാണ് 2 ദിവസങ്ങളിലായി കേരള എൻവയോൺമെന്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ സമാപന സമ്മേളനം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ ഉദ്ഘാടനം ചെയ്തു. Friends, you already know that now environment has become a known aspect of our life, not just of development. Environment means all natural resources which human beings are also part of. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഗവാസ് അധ്യക്ഷനായി. പ്രഥമ പ്രൊഫസർ ശോഭീന്ദ്രൻ പുരസ്കാരം ട്രിബ്യൂട്ട് ബൈ സ്റ്റോറീസ് പദ്ധതിയുടെ ഡയറക്ടർ സഹീർ സ്റ്റോറീസിന് മേധാ പട്കർ സമ്മാനിച്ചു. സ്നേഹോപഹാരം ഫാദർ ജേക്കബ് വടക്കാഞ്ചേരി നൽകി. വടയക്കണ്ടി നാരായണൻ, പ്രൊഫസർ കുസുമം ജോസഫ്, പ്രൊഫസർ വാസുദേവൻ ഉണ്ണി, R. ജയന്ത്കുമാർ, ZA സൽമാൻ, VK രാജൻ, ഡോക്ടർ UK അബ്ദു നാസർ, ഹാഫിസ് പൊന്നേരി, സരസ്വതി ബിജു എന്നിവർ സംബന്ധിച്ചു. 2ാം ദിവസവും വിവിധ പരിസ്ഥിതി വിഷയങ്ങളിൽ ചർച്ചയും നടത്തി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാഴ്വസ്തു വ്യാപാര മേഖലയെ തകർക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രതിരോധം തീർക്കുമെന്ന് KSMA സംസ്ഥാന സെക്രട്ടറി KPA ഷെരീഫ്. പാഴ്വസ്തു വ്യാപാരികളുടെ കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാഴ്വസ്തു വ്യാപാര മേഖലയെ തകർക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാഴ്വസ്തു വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കളക്ടറേറ്റ് മാർച്ച് നടത്തി. തുടർന്ന് ജില്ലാ കളക്ടർക്ക് അവകാശ പത്രിക സമർപ്പിച്ചു. KSMA സംസ്ഥാന സെക്രട്ടറി KPA ഷെരീഫ് റാലി ഉദ്ഘാടനം ചെയ്തു. പാഴ്വസ്തു വ്യാപാര മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹരിതകർമ്മസേനയ്ക്കല്ലാതെ മറ്റാർക്കും പാഴ്വസ്തുക്കൾ നൽകാൻ പാടില്ലെന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറയുന്നത്. ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നതാണ് സംസ്ഥാനത്തെ പാഴ്വസ്തു വ്യാപാര മേഖല. 3 ലക്ഷത്തോളം പേർ ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നുമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അവർ വ്യാപാരം നടത്തേണ്ട എന്ന് പറയുന്നത് യുക്തിരഹിതമാണെന്നും ഷെരീഫ് കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ KSME ജില്ലാ പ്രസിഡന്റ് PP മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. KSMA സഹരക്ഷാധികാരി മുത്തു മൗലവി, ജില്ലാ ട്രഷറർ SV റഫീഖ്, സംസ്ഥാന കൗൺസിൽ നിർവാഹക സമിതി അംഗങ്ങളായ K അർഫാത്ത്, C മൊയ്തീൻ കോയ എന്നിവരും സംസാരിച്ചു. മുക്കം ഫൈസൽ, സുബൈർ വടകര, നൌഷാദ്, മുനീഷ്, റിയാദ്, അനീഷ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന സർക്കാരിന്റെ ദ്രോഹ നടപടികൾക്കെതിരെ നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകർ പ്രക്ഷോഭത്തിലേക്ക്. ഒക്ടോബർ 13 തിങ്കളാഴ്ച പകൽ പന്തം കൊളുത്തി പ്രതിഷേധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള എയ്ഡഡ് ടീച്ചേഴ്സ് കളക്റ്റീവ്, നാഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവ്, അതുപോലെ തന്നെ നാഷണൽ ടീച്ചേഴ്സിന്റെ മാഷ്യ സംഘടന, ഈ 3 സംഘടനകൾ ഒന്നിച്ചാണ് ഭിന്നശേഷിയായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് മാത്രമാണ് നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. NSSന് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് മാത്രമാണ് നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്കും സമാന ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. NSSന് കിട്ടിയതിലും വളരെ വ്യക്തമായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതി ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ആ ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കേരളത്തിലെ എല്ലാ അധ്യാപകർക്കും നിയമന അംഗീകാരം കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ സർക്കാർ അത് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സംഘടനയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഉത്തരവായിട്ട് പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത്. രണ്ടാമത്, അപ്രൂവൽ ലഭിച്ചിട്ടും ഏകദേശം 5000-ലധികം അധ്യാപകര് ശമ്പളമില്ലാതെ, അവർ ജോലി ചെയ്ത 5 കൊല്ല കാലഘട്ടത്തിലെ ആ ജോലിക്ക് ശമ്പളമില്ലാതെ നോഷണൽ ആയിട്ടാണ് സ്കൂളിൽ ജോലി ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു വലിയ പ്രതിഷേധ പരിപാടി കലക്ടറേറ്റിന്റെ മുന്നിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 13 ഭിന്നശേഷി വിഷയം നേരിടുന്ന അധ്യാപകര്, നോഷണലായിട്ട് അപ്രൂവൽ ലഭിച്ച അധ്യാപകര്, അതുപോലെ തന്നെ അധിക തസ്തികയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ, ഈ 3 കൂട്ടരുമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എല്ലാ യോഗ്യതയുള്ള ആളുകൾ തന്നെയാണ് ഭിന്നശേഷിക്കാര്, അവർക്ക് ജോലി കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ ഒരേ സമയത്ത് അവരെയും ഞങ്ങളെയും വഞ്ചിച്ചുകൊണ്ട്, ഇരുകൂട്ടരെയും പറ്റിച്ചുകൊണ്ട്, തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു നിലപാടിലേക്കാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party party, a party party, now ice cream party time. Just move it, taste it, you love it. Milma ice cream, friends and nothing flavors. അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂമുമായി മൈജിയുടെ എപ്പിക് ഷോറൂം കോഴിക്കോട് തൊണ്ടയാട് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്.
ഈ ചടങ്ങിലേക്ക് വന്ന് ഇത്രയും വലിയൊരു വിജയമാക്കി തീർത്ത നല്ലവരായ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ നന്ദി. ഇത് ശരിക്കും മൈജിയുടെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പിക് ഷോറൂം എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ വീടുകളിലേക്കുള്ള എല്ലാ അപ്ലയൻസുകളും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനുള്ള, അത് അവിടെ വെച്ച് തന്നെ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഷോപ്പിംഗ് അനുഭവം എനിക്ക് തോന്നുന്നു അത് ആദ്യമായിട്ടാണ് ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ ഇല്ലാത്ത ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തൊണ്ടയാട് മൈജി ഫ്യൂച്ചറിലുള്ളത്. സോ കം ആൻഡ് എൻജോയ്, കം ആൻഡ് എക്സ്പീരിയൻസ് ദ എപ്പിക് ഷോപ്പിംഗ് ലെവൽ എക്സ്പീരിയൻസ് ഫ്രം മൈജി ഫ്യൂച്ചർ ഷോറൂം അറ്റ് കോഴിക്കോട് തൊണ്ടയാണ്. എല്ലാവരും വന്ന് സ്വയം ആസ്വദിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ സമ്മേളനം ഒക്ടോബർ 12 ഞായറാഴ്ച കോഴിക്കോട് നടക്കും. വ്യാപാരികൾക്കായി GST ക്ലാസും നടക്കും. സമ്മേളനം ഇവിടെ ഉത്തരമേഖല ആസ്ഥാനത്ത് നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അത് വരുന്ന 12-ാം തീയതി ഞായറാഴ്ചയാണ് കോഴിക്കോട് വ്യാപാര ഭവൻ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. മുഴുവൻ സ്വർണ്ണ വ്യാപാരികളെയും പങ്കെടുപ്പിക്കുക, സ്വർണ്ണ വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, അതിന് പരിഹാരം കണ്ടെത്തുക, ബന്ധപ്പെട്ട അധികാരികളെയും ഗവൺമെന്റുകളെയും അധികാരവർഗങ്ങളെയും അത്തരം കാര്യങ്ങൾ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ചർച്ചകൾ സംഘടിപ്പിച്ച് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന വിഷയങ്ങളിൽ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ് ഗവൺമെന്റിൽ ഉദ്ദേശിക്കാനാണ് ഞങ്ങൾ ഈ സംഘടന അങ്ങനെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്. അതിന്റെ മേഖല തിരിച്ചുള്ള ആദ്യ സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച 12-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട് നടത്തും. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ സമ്മേളനം ഒക്ടോബർ 12 രാവിലെ 10-ന് ബാങ്ക് റോഡ് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. സംസ്ഥാന ചെയർമാൻ ഡോക്ടർ B ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സക്കീർ ഇക്ബാൽ, ജില്ലാ പ്രസിഡന്റ് TK സുരേന്ദ്രൻ എന്നിവർ അറിയിച്ചു. സ്വർണം, വെള്ളി വ്യാപാരികൾക്കായി GST ക്ലാസും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NIT കാലിക്കറ്റ് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെയും കാട്ടാങ്ങൽ അമല റൂറൽ ഹെൽത്ത് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തപാൽ ദിനം ആചരിച്ചു. NIT ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ലോക തപാൽ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് തപാൽ വകുപ്പിന്റെ ഹെഡ് ഓഫീസിലായിരുന്നു ചടങ്ങ്. NIT കാലിക്കറ്റ് ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ NIT കാലിക്കറ്റ് ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണയും കാലിക്കറ്റ് ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് V ശാരദയും ചേർന്ന് പോസ്റ്റ് വുമൺ KT കവിതയെ പൊന്നാടയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. കാലിക്കറ്റ് ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് V ശാരദ അധ്യക്ഷയായി. സീനിയർ പോസ്റ്റ് മാസ്റ്റർ P പ്രമോദ് കുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ വർഗീസ് മാത്യു, പബ്ലിക് റിലേഷൻസ് ഇൻസ്പെക്ടർ C ഹൈദർ അലി, N സത്യൻ, P രതീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാഹിത്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഒരു കടൽ ദൂരം എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ UK കുമാരനിൽ നിന്നും എഴുത്തുകാരൻ KG രഘുനാഥ് പുസ്തകം ഏറ്റുവാങ്ങി. പ്രവാസിയും പൊറ്റമൽ സ്വദേശിനിയുമായ സപ്ന വിജയാനന്ദിന്റെ പ്രഥമ കഥാസമാഹാരം ഒരു കടൽ ദൂരം സാഹിത്യകാരൻ UK കുമാരൻ പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ KG രഘുനാഥ് പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യം സമൂഹത്തെ സർഗാത്മകമാക്കുമെന്നും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് വലിയ കാര്യം തന്നെയാണെന്നും UK കുമാരൻ പറഞ്ഞു. ഗ്രാമങ്ങളിലാണ് ഇപ്പോഴും നന്മയുടെ തെളിച്ചം കാണാനാവുക എന്നും സപ്ന വിജയാനന്ദിന്റെ കഥകളിൽ ജീവിതമുണ്ടെന്നും UK കുമാരൻ ചൂണ്ടിക്കാട്ടി. വായിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് പുസ്തകം ഇറങ്ങുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ചില പുസ്തകങ്ങൾ വായിക്കും, ചില പുസ്തകങ്ങൾ വായിക്കില്ല. അത് സ്വാഭാവികമാണ്. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. നമുക്ക് ധാരാളം നല്ല പുസ്തകങ്ങൾ എഴുതിക്കാറുള്ളതാണ്. ആ പുസ്തകങ്ങളുടെ നിത്യസാന്നിധ്യം തീർച്ചയായിട്ടും ഒരു സമൂഹത്തെ കൂടുതൽ സർഗാത്മകമാക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കോഴിക്കോട് നമുക്ക് പ്രകടമാണ്. കോഴിക്കോട് സർഗാത്മകതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ തന്നെയാണ്.
ഞാൻ ഒരിക്കൽ പോലും ഒരു എഴുത്തുകാരനെ പുതിയ പുസ്തകം പുറത്തിറക്കിയതിൻ്റെ പേര് കുറ്റപ്പെടുത്തുകയില്ല. അത് ചില പുസ്തകം നന്നായിരിക്കും, ചില കഥകൾ നന്നായിരിക്കും, ചില കവിതകൾ നന്നായിരിക്കും, ഇത് മോശമായിരിക്കും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് മോശം, ഇതാണ് നല്ലതെന്ന് ആത്യന്തികമായി വിധി പറയുവാൻ നമ്മളാരും ആള് മസലല്ല. കുറ്റിയിൽ താഴം വാർഡ് കൗൺസിലർ MP സുരേഷ് ആദ്യ വിൽപ്പന നടത്തി. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും നർത്തകിയുമായ സുവർണ ചേന്ദ്രാത്ത് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. എഴുത്തുകാരനും സാഹിത്യ പബ്ലിക്കേഷൻസ് മാനേജിംഗ് എഡിറ്ററുമായ സുദീപ് തെക്കേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കൈരളി വേദി ഹാളിൽ നടന്ന ചടങ്ങിൽ മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ NV കൃഷ്ണദാസ്, മെഡിക്കൽ കോളേജ് പോലീസ് സബ് ഇൻസ്പെക്ടർ A അനിൽകുമാർ, കവയത്രി അമൃത മങ്ങാടത്ത്, എഴുത്തുകാരി അജിത മാധവ്, ചിത്രകാരി ബിന്ദു കലാം, കവയത്രി ഷീജ ആവണി, സപ്ന വിജയാനന്ദ് എന്നിവർ സംസാരിച്ചു. സാഹിത്യ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ഒക്ടോബർ 10 വൈകുന്നേരം തളിയിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര തളി ശിവക്ഷേത്രം, തളി വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം വഴി തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ തിരിച്ചെത്തി. ഘോഷയാത്രയ്ക്ക് തളി ബ്രാഹ്മണ സമൂഹ മഠം മാതൃസമിതി നേതൃത്വം നൽകി. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ അവണ്ണൂർ ദേവൻ നമ്പൂതിരി രുക്മിണി സ്വയംവര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞ സമാപനം ഒക്ടോബർ 12 ഉച്ചയ്ക്ക് 1 മണിയോടെ നടക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കിഴക്കോത്ത് പഞ്ചായത്തിൽ SDPI പദയാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം K ജലീൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വോട്ട് കൊള്ളക്കാരിൽ നിന്ന് ജനാധിപത്യം വീണ്ടെടുക്കുക ക്യാമ്പയിന്റെ ഭാഗമായി കിഴക്കോത്ത് പഞ്ചായത്ത് കമ്മിറ്റി പദയാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് കൊന്തളത്ത് റസാഖ് മാസ്റ്റർ ക്യാപ്റ്റനായും സെക്രട്ടറി മോൻടി അബൂബക്കർ വൈസ് ക്യാപ്റ്റനായും നയിച്ച പദയാത്ര പന്നൂരിൽ PT അഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈസ്റ്റ് കിഴക്കോത്ത് നടന്ന സമാപന പൊതുസമ്മേളനം SDPI കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് K ജലീൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശവ്യാപകമായി
വോട്ടുകൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന കാലിക പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. PP മൂസ, വിനീത് VM, MK സമദ്, അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ, JT ശംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് സിറ്റി ബാങ്ക് ഇനി മുതൽ സൊസൈറ്റി എന്ന പേരിൽ പ്രവർത്തിക്കും. RBI നിർദ്ദേശമനുസരിച്ച് പേര് മാറ്റിയ കേരളത്തിലെ ആദ്യ സ്ഥാപനമാണ് സിറ്റി ബാങ്ക്. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ D2777 എന്നാണ് പുതിയ പേര്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിലെ 2020 ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് എന്നത് മാറ്റി സൊസൈറ്റി എന്നാക്കാൻ തീരുമാനിച്ചത്. 2023 ഡിസംബറിൽ പേരിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിയമാവലി ഭേദഗതി ചെയ്ത് സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് സമർപ്പിച്ചിരുന്നു. ആ ഭേദഗതി ഇപ്പോൾ വകുപ്പ് അംഗീകരിച്ചതോടെയാണ് RBI മാർഗനിർദ്ദേശപ്രകാരം പേരുമാറ്റുന്ന ആദ്യ സ്ഥാപനമായി ഇത് മാറിയത്. 2025 ഡിസംബർ 31 ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് ജനറൽ മാനേജർ സാജു ജെയിംസ് പറഞ്ഞു. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കും കാർഷിക വികസന വായ്പാ സഹകരണ സംഘങ്ങൾക്കും ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിലെ ഇളവുകൾ തുടർന്ന് ലഭിക്കണമെങ്കിൽ പേരിനൊപ്പം ബാങ്ക്, ബാങ്കർ, ബാങ്കിംഗ് എന്നീ വാക്കുകൾ ഉണ്ടാകാൻ പാടില്ലെന്നാണ് RBIയുടെ വ്യവസ്ഥ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമാവലി ഭേദഗതി ചെയ്ത് അനുമതിക്ക് സഹകരണ വകുപ്പിന് അപേക്ഷ നൽകിയത്. അതിനാണ് ഇപ്പോൾ അംഗീകാരമായത്. ഒട്ടേറെ സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന് പേരിട്ട് പ്രവർത്തിക്കുന്നതിനാൽ ആശയക്കുഴപ്പം ഒഴിവാക്കാനും ഇടപാടുകാരുടെ സുരക്ഷയ്ക്കുമാണ് RBI പേരുമാറ്റണമെന്ന് വ്യവസ്ഥ വെച്ചത്. അതിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ അന്തിമ വിധി വരും വരെ കർശന നടപടികൾ ഉണ്ടാവില്ലെന്ന പ്രതീക്ഷയിലാണ് പല സഹകരണ സ്ഥാപനങ്ങളും ബാങ്ക് എന്ന പേര് മാറ്റാൻ തയ്യാറാവാത്തത്. എന്നാൽ നിയമം അനുസരിക്കുന്നത് സ്ഥാപനത്തിനും ഇടപാടുകാർക്കും ഗുണകരമായതിനാലാണ് തങ്ങൾ പേരുമാറ്റത്തിന് നിയമാവലി ഭേദഗതി ചെയ്തതെന്ന് ജനറൽ മാനേജർ പറഞ്ഞു. മാറ്റം പേരിൽ മാത്രമാണെന്നും ഇടപാടുകാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന സേവനങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമം പാലിക്കുന്നതിന്റെ ഭാഗമായി സ്വീകരിച്ച നടപടികൾ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ ഒരു വിധത്തിലും ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ISM പ്രൊഫഷണൽ ഫാമിലി കോൺഫറൻസ് ഒക്ടോബർ 12 ഞായറാഴ്ച കോഴിക്കോട് നടക്കും. കാപ്കോൺ കൺവെൻഷൻ സെന്ററിലാണ് കോൺഫറൻസ് നടക്കുകയെന്ന് സാരഥികൾ പറഞ്ഞു. കേരളത്തിൽ വിദ്യാഭ്യാസ, നവോത്ഥാന, സാമൂഹ്യ രംഗത്തൊക്കെ തന്നെ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരള നേതൃത്വ മുജാഹിദ്, ആ പ്രസ്ഥാനത്തിൻ്റെ യുവഘടകമാണ് ISM. ISMന്റെ പ്രൊഫഷണൽ കോൺഫറൻസാണ്, രണ്ടാമത് കോൺഫറൻസാണ് കോഴിക്കോട് കാപ്കോൺ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്നത്. ഇതിനു മുമ്പ് വർഷങ്ങളായിട്ട് പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രോഫ്കോൺ എന്ന പ്രോഗ്രാം, അത്തരത്തിലുള്ള ഒരു കോൺഫറൻസിന് കേരളത്തിൽ തുടക്കമിട്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി ഘടകമാണ്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന നിലക്കാണ് സമൂഹത്തിൽ വൈജ്ഞാനിക മേഖലയിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊഫഷണലുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. എല്ലാ പ്രൊഫഷണൽസിനെയും കുടുംബസമേതം തന്നെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമൻസ് ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ മകൻ ഹാജരാകാത്തത് CPM BJP ഡീലെന്ന് അനിൽ അക്കരെ MLA. പരിസ്ഥിതി എന്നത് വികസനം വരുമ്പോൾ മാറ്റി നിർത്തേണ്ട ഒന്നല്ലെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മേധ പാട്കർ. പാഴ്വസ്തു വ്യാപാര മേഖലയെ തകർക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രതിരോധം തീർക്കുമെന്ന് KSMA സംസ്ഥാന സെക്രട്ടറി KPA ഷെരീഫ്. സംസ്ഥാന സർക്കാരിന്റെ ദ്രോഹ നടപടികൾക്കെതിരെ നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകർ പ്രക്ഷോഭത്തിലേക്ക്.
ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.